എം എൻ കാരശ്ശേരി, ഇവിടെ പോലീസ് ഇപ്പോൾ ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിലും നടന്നത് അക്ഷരാർത്ഥത്തിൽ നല്ല ലക്ഷണമൊത്ത ആൾക്കൂട്ട വിചാരണയാണ്. എന്ന് പറഞ്ഞാൽ കോടതി കൂടും പോലെ ചേരുക, കുറ്റപത്രം വായിച്ച് ഏൽപ്പിക്കുക, അടിച്ചു കൊല്ലുക. ഇവിടെ കൊന്നില്ല എന്നേ ഉള്ളൂ. ഇനി അമ്മ പറയുന്ന പോലെ കൊന്നു കെട്ടി തൂക്കിയതാണോ എന്ന സംശയം എനിക്കുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. പക്ഷേ തെളിഞ്ഞു വരട്ടെ അത്. ഇവിടെ എം എൻ കാരശ്ശേരി രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു പരമസാധു പയ്യനെ അവിടെ ഹൈദരാബാദിലെ സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മളെല്ലാവരും വേദനിച്ചവരാണ്. സാംസ്കാരിക ലോകം ഒന്നടങ്കം രോഹിത്തിനൊപ്പം നിന്നതാണ്, വലിയ ശബ്ദമുയർത്തിയവരാണ്. ഇപ്പോഴും നമ്മൾ ശബ്ദമുയർത്തുന്നുണ്ട്. മറ്റിടങ്ങളിൽ ഒരു ചർച്ചയില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു ഞെട്ടലുമില്ല, കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി പോകുന്നുണ്ട്. സാംസ്കാരിക ലോകത്തിന് ഇപ്പോൾ ഉള്ള മൗനം എന്തുകൊണ്ടാണ് ശ്രീ കാരശ്ശേരി മാഷ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ സാംസ്കാരിക നായരോട് താങ്കളെ ഉൾപ്പെടുത്തില്ല കേട്ടോ. താങ്കൾക്ക് മനുഷ്യൻ്റെ വേദന മനസ്സിലാവുന്ന, മനുഷ്യൻ്റെ വേദന കണ്ടാൽ കണ്ണു നിറയുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകനും സാംസ്കാരിക പ്രവർത്തനമാണ്. ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തില്ല. പക്ഷെ അല്ലാത്തവരുണ്ട് മാഷേ. ഹാഷ്മി, ഒരു മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു അധ്യാപകൻ ആയിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും എനിക്ക് അങ്ങേയറ്റം ലജ്ജ തോന്നുന്ന ഒരു കാര്യമാണിത്. കാരണം ഞങ്ങളൊക്കെ കുട്ടികളിപ്പോൾ, ഞാൻ കോളേജിൽ അധ്യാപകനായിട്ട് ചേരുന്ന 78-ലാണ്. അതിന് മുമ്പ് തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 70കളുടെ ക്യാമ്പസ് പഠിച്ച ആളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളെ തമ്മിൽ അങ്ങനെ ഒരു തർക്കം വരും, ഞങ്ങളങ്ങോട്ട് ഇറങ്ങി ചെല്ലുക ചെയ്യുക. പിന്നെ അപ്പം തന്നെ വീട്ടിൽ വിവരം അറിയിക്കുക, പോലീസിനെ അറിയിക്കുക. ഇപ്പോൾ രാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ ബഹാബുദ്ദീൻ ചെയ്തത് രാജൻ്റെ വീട്ടിൽ വിവരം അറിയിക്കുകയാണ്. പിന്നെ കോടതി ചെന്ന് പറയാണ്, അടിയന്തരാവസ്ഥ കാലത്താന്ന് ആലോചിക്കണം. അതൊരു അധ്യാപകനാണ്, അദ്ദേഹം മരിച്ചുപോയി. RECയിലെ പ്രിൻസിപ്പലായിരുന്നു, അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രോ വൈസ് ചാൻസലറായിരുന്നു. ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ഒരു അധ്യാപകനാണെന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട്. എന്താ കാരണം? അദ്ദേഹത്തിന് ആരെയും പേടിയില്ല. കാരണം തൻ്റെ ഒരു വിദ്യാർത്ഥിയെ അന്യായമായി അറസ്റ്റ് ചെയ്തു. അത് കോടതിയിൽ ആ പ്രിൻസിപ്പാളിൻ്റെ മൊഴി കൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അന്ന് രാജിവെച്ചു പോയത്. നമ്മൾ ആലോചിക്കേണ്ടത്. കാലിക്കറ്റ് അന്ന് കോഴിക്കോട് REC എന്നാണ് പറയുക, ഇന്ന് അതിൻ്റെ പേര് NIT എന്നാണ്. RECയിലെ ആ ഒരു അറസ്റ്റിൻ്റെ കാര്യം കേരള രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ആ അമ്മ സംസാരിക്കുമ്പോൾ അവരൊരു വാക്ക് പറഞ്ഞു, സത്യത്തിൽ ഞാൻ ഞെട്ടി. മനസാക്ഷി എന്നൊരു വാക്ക് അവർ പറഞ്ഞു. എവിടെയാണ് ഹാഷ്മി നമ്മുടെ മനസാക്ഷി ഇരിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു റോട്ടിൽ ഒരാൾ വീണാൽ, ഒരു വണ്ടി ഇടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബൈക്ക് മറിഞ്ഞിട്ടോ വീണ് ചോര വാർന്ന് മരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നാട്ടുമ്പുറങ്ങളിലും നഗരങ്ങളിലും എല്ലായിടത്തും അങ്ങനെ ഞാൻ പറയില്ല. ഇവിടെ 130 കുട്ടികൾ കൂട്ടം ചേർന്ന് കാണുകയാണ്. ഇനിയിപ്പോൾ എന്ത് കോട്ടയാണെന്നും എന്ത് മണ്ണാങ്കട്ടയാണെന്നും പറ, അല്ലെങ്കിൽ ആര് പേടിപ്പിക്കുന്നു പറ, അതിലൊരുത്തനുണ്ടാവില്ലേ ഇറങ്ങി നിൽക്കാൻ? ഒരു പയ്യനുണ്ടാവില്ലേ നട്ടലോട് ഇറങ്ങി നിൽക്കാൻ? ഇല്ലാപ്പുള്ള കൂട്ടങ്ങളെ ഓർത്ത് കഷ്ടം തോന്നുന്നു കാരശ്ശേരി മാഷെ. അതെ, അല്ല ഹാഷ്മി, ഇവർക്ക് എന്ത് ഉന്നത വിദ്യാഭ്യാസമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർ ഏത് മൃഗങ്ങളെ ചികിത്സിക്കാനാണ്, ഏത് പ്രകൃതിയെ ചികിത്സിക്കാനാണ്, ഏത് മനുഷ്യനെ ചികിത്സിക്കാനാണ് ഇവർ പഠിക്കുന്നതും പരിശീലനം നേടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് തൊട്ടപ്പുറത്ത് നടക്കുന്ന അക്രമത്തെയോ അന്യായത്തെയോ അനീതിയെയോ എതിർക്കാൻ പഠിക്കുന്നതിനാണ് രാഷ്ട്രീയ പഠനം എന്ന് പറയുക. രാഷ്ട്രീയ പരിശീലനം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഇതിലൊരു പ്രധാന കാര്യമുണ്ട് ഹാഷ്മി. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കൃത്യമായിട്ട് എൻ്റെ നിരീക്ഷണം, എന്ത് സംഗതി ഉണ്ടെങ്കിലും അതിലൊരു പെൺകേസ് ഉൾപ്പെടുത്താനുള്ള ഒരു ദുർവാസന നമ്മുടെ എല്ലാ രംഗത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു നമ്മുടെ മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് കൊണ്ടുവന്നത്. സന്ദേശം എന്നുള്ള സിനിമയിൽ ശങ്കരായുടെ കഥാപാത്രം പറയുന്നുണ്ട്, അത് 40 കൊല്ലെങ്കിലും ആയ സിനിമ വന്നിട്ട് അതിൽ പറയുന്നുണ്ട്, അങ്ങനെ മിടുക്കന്മാർ വരുമ്പോൾ അവരെ വല്ല പെണ്ണുകേസിലും പ്രതിയാക്കി നാറ്റിക്കണമെന്ന്. ഇപ്പോൾ ഏത് കൊലപാതകം, ഏത് ആത്മഹത്യ വന്നാലും അയാൾക്ക് പരസ്ത്രീ ബന്ധമുണ്ടായിരുന്നു, അയാളുടെ ഭാര്യയ്ക്ക് ജാരനുണ്ടായിരുന്നു വീട്ടിൽ. ഇത് പറഞ്ഞാൽ പിന്നെ മലയാളി വേറെ ഒന്നും ശ്രദ്ധിക്കൂല. ഏറ്റവും വലിയ പാവം പ്രവാസിയുടെ മറ്റേ അതിന് ഇറക്കം പോരാ വീതി പോരാന്ന് പറഞ്ഞു ജീവിതം കുട്ടിച്ചോറാക്കിയപ്പം കഴിക്കോലിൽ കെട്ടിത്തൂങ്ങി. പത്രം വെണ്ടയ്ക്കാൻ നിർത്തി ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ഈ ജാരബന്ധത്തിന്റെ വാർത്ത നാണമില്ലാതെ. അതെ, എല്ലാം ആലോചിച്ച് നോക്കൂ. TP വധക്കേസിൽ പോലും അങ്ങനെ ഒന്നും വന്നിരുന്നില്ലേ? ആലോചിച്ച് നോക്കൂ, TP വധക്കേസിൽ. അപ്പോൾ ഇവിടെ എപ്പോഴും ഇപ്പോൾ നവമാധ്യമങ്ങൾക്ക് ഇതിന് പിന്നെ ആരും ഉത്തരവാദിത്തമില്ലല്ലോ. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അബദ്ധമോ അല്ലെങ്കിൽ അവരുടെ താല്പര്യമോ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണുകേസ് ഒരു വിഷയമായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാവരും അത്രയധികം ലൈംഗികമായ ദാരിദ്ര്യവും ആ തരത്തിലുള്ള പലതരത്തിലുള്ള അധമമായ വികാരങ്ങളുള്ള കൂട്ടരാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ, നമ്മുടെ മാധ്യമങ്ങൾ. ആലോചിച്ച് നോക്കൂ, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എന്തൊക്കെ പറഞ്ഞു,
അതിലിപ്പോൾ സാക്ഷി പറഞ്ഞ ഒരുത്തനാണ് ഇപ്പോൾ PC ജോർജ്. ആലോചിച്ച് നോക്കും, ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ നേതാവ്, ഒരു നേതാവ് അദ്ദേഹമാണ് ഇപ്പോൾ ലോക്സഭയിൽ മത്സരിക്കാൻ പോകുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ അന്ന് മാധ്യമങ്ങൾ എന്താ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. ഇതിപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ ആഷ്മി പറഞ്ഞത് ഒരു വ്യാപാരി ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന ഒരാൾ ഈ ഭരണത്തിൻ്റെ ദുരാധിപത്യം കൊണ്ട് സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തതാണ്. അത് വാർത്ത വരെയാണ് പത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആലോചിച്ച് നോക്കൂ. അവർക്ക് ഭർത്താവ് മരിച്ചിട്ട് ആ സ്ത്രീക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അക്രമം കാണിക്കുക, അതിനടുത്ത് ലൈംഗികമായ അരാജകത്വത്തിൻ്റെയും ലൈംഗികമായ ദുരാരോപണങ്ങളുടെയും പുകമറ സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനം. ഇപ്പോൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഈ കുട്ടിയെപ്പറ്റി എന്താ ആർക്ക് പറഞ്ഞുകൂടാത്തത്? അതൊക്കെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ഫോർവേഡ് ചെയ്യാനും അതിന് കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ നീതിബോധം എന്ന് പറയുന്നത് നമ്മൾ ആരുടെ കൂടെയാണ്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് വാട്സപ്പ് നോക്കുന്നത്, ഏത് തരത്തിലുള്ള നീതിബോധമാണ് നമ്മൾ നയിക്കുന്നത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം തന്നെ എന്താണ്? ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ പാർട്ടിയുടെയോ പണത്തിൻ്റെയോ പേരിൽ ആളുകളെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നതിനെയാണോ രാഷ്ട്രീയം എന്ന് പറയുക? അത് നീതിബോധം മാത്രമല്ലേ? അക്രമിയുടെ കൂടെ മർദ്ദിതൻ്റെ കൂടെ നിൽക്കുന്നതിനല്ലേ രാഷ്ട്രീയം എന്ന് പറയുക? അതല്ലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഇവരെ പഠിപ്പിക്കുന്നത്? ഇവിടെ ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം നേരത്തെ വഴിതെറ്റി. കാരണം 57 KSU പ്രവർത്തനം ആരംഭിച്ചത്. 1959 തന്നെ AK ആൻ്റണി അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ അന്യായമായ സമരം, വിമോചന സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, അതിൻ്റെ നായകന്മാരായിട്ട് വിദ്യാർത്ഥികൾ വന്നു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാമെന്നിപ്പോൾ നമ്മൾ കാണുന്നതല്ലേ. ഇപ്പോൾ അതിനിടയ്ക്ക് കുട്ടികൾ രണ്ട് ഭാഗത്തും, SFI മാത്രമല്ല, KSU മാത്രമല്ല, ABVP മാത്രമല്ല, ഇവരൊക്കെ കുത്തുകൊണ്ട് മരിക്കുന്നു, അല്ലെങ്കിൽ കൊലപാതകികളാവുന്നു. ഇപ്പോൾ സൈമൺ ബ്രട്ടോ അദ്ദേഹം മരിച്ചുപോയി. എന്തൊരു സ്ഥിതിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഇളം പ്രായത്തിൽ അദ്ദേഹം ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടിരുന്നു. നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്രമത്തിന് പരിശീലനം കൊടുക്കലാണ്, അതിന് പിന്തുണ കൊടുക്കലാണെന്നുള്ളത്. ഇപ്പോൾ ഈ 10 ദിവസം കഴിഞ്ഞിട്ടാണ് 1-ാം പ്രതി അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ 11 പേര് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ അതിനുണ്ട് എന്ന് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ വയനാട്ടിലെ ഒരു ആളെ പിടിക്കാൻ ഇത്ര താമസമുണ്ടോ? ആലോചിച്ച് നോക്കൂ. അഭിമന്യുവിൻ്റെ കൊലപാതക കേസിലെ 1-ാം പ്രതിയെ പിടിക്കണ്ടായിട്ടില്ല. എന്തുണ്ടായത്? കോവിഡ് വന്നപ്പോൾ ഒളിവിൽ താമസിക്കാൻ വയ്യാതെ പട്ടിണി കിടന്ന് മരിച്ചോ എന്നായപ്പോൾ ആ ചങ്ങാതി വന്നിട്ട് പിടികൊടുക്കുക ചെയ്തത്. അഭിമന്യു എന്ന് പറയുന്നത് SFIയുടെ നേതാവാണ്, ഒരു പാവം കുട്ടിയാണ്, ആദിവാസിയാണ്, ദരിദ്രനാണ്. അപ്പോൾ ഈ തരത്തിൽ ഈ അക്രമത്തിന് മൗനാനുവാദം കൊടുക്കുക, അല്ലെങ്കിൽ പിന്തുണ കൊടുക്കുക എന്നുള്ളൊരു ദുരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതിലിപ്പോൾ ഒരു പാർട്ടി മാത്രമല്ല, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാരെ നമുക്ക് തീർച്ചയായിട്ടും ഒരു കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്ക് എപ്പോഴും നാണക്കേട് മാറിയിട്ടില്ല എനിക്ക്. കാരണം കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി നമ്മുടെ നേതാവ് പറയാണ്, ബ്രണ്ണൻകോളയിൽ അവർ തമ്മിൽ അടിപിടി ഉണ്ടായതിൻ്റെ മേനി പറയുക. ആര്? ഈ MP ആയ KPCCയുടെ പ്രസിഡന്റ് അതിൻ്റെ മേനി പറയുന്നു, മുഖ്യമന്ത്രിയായ CPMൻ്റെ നേതാവും അതിൻ്റെ മേനി പറയുന്നു. എന്നത് അടി കൂടി എന്നാണ് പറയുന്നത്. അതൊക്കെ മനുഷ്യന് മറന്നു കളയേണ്ടതല്ലേ? അതൊക്കെ മേനിയായിട്ട് പറയാൻ പറ്റുമോ? അപ്പോൾ എന്ത് മാതൃകയാണ് നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ കുട്ടികൾക്കും കൊടുക്കുന്നത് എന്നുള്ളത് വളരെ കഷ്ടമാണ്. തീർച്ചയായിട്ടും ആ മൗനം, ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും കാണിച്ച മൗനം കേരളത്തിൻ്റെ നാണക്കേടായിട്ട്, നമ്മുടെ മനസ്സാക്ഷി ഇല്ലായ്മയുടെ കൃത്യമായ അടയാളമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കും. ആ കണ്ടു നിന്നവരൊക്കെ ആ കേസിൽ പ്രതികളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.